ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ, നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അടിപൊളി ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഒരു സാധനം വേണ്ട, ഇനി എന്താ ഒരു പാത്രം ചോറ് തിന്നാൻ പറ്റും, അത്രക്കും ടേസ്റ്റാണ് ഈ ചമ്മന്തി കേട്ടോ. അതിന് നമ്മളൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തേങ്ങ ആവശ്യമിച്ചാൽ അതിന് ആ തേങ്ങ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്കതിൽ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് നമുക്ക് എന്താ വെച്ചാലോ, കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് തോല് കളയട്ടെ. അപ്പം ഇതാ വെളുത്തുള്ളി. അപ്പോൾ ഒരു 5 6 കേട്ടോ വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഒരു 1/2 സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ചതിൻ്റെ ശേഷം പറയാം. അപ്പം നമ്മൾ ചമ്മന്തി അരച്ച് വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ അടിപൊളി ചമ്മന്തിയാണ് എൻ്റെ മക്കളെ. ഇത് മതി ചോറ് വയ്ക്കാൻ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കൂടുതൽ കറിവേപ്പില ഇട്ടോളിത്താ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. ഇത് മതി ചോറ് വയ്ക്കാൻ കേട്ടോ. എന്താ അതിൻ്റെ ഒരു മണം എന്നാ പറയുന്നുണ്ട്. വെളുത്തുള്ളി കറിവേപ്പില അടിപൊളിയാണ് കേട്ടോ. ഇതും ഉപ്പേരി ഉണ്ടായാൽ മതി. ഒരു പാത്രം ചോറ് കഴിക്കാൻ കേട്ടോ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തതൊന്നും ഉണ്ടാക്കി നോക്കിയേ. എങ്ങോട്ട് നിൽക്കുന്ന കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഇതാണ് നമ്മളെ തോരൻ. ബീൻസ് തോരനും ചമ്മന്തിയാണെന്ന് ഉണ്ടാക്കിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. നിങ്ങൾ കഴിച്ച് നോക്കുന്നുണ്ട്. ഈ ചമ്മന്തി കൂട്ടിയിട്ട് നിങ്ങളൊരു പാത്രം ചോറ് വയ്ക്കും. അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.